ഹായ് ഓൾ, വെൽക്കം ടു സെലക്ടപ്പ്. സെലക്ടപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ സൽമ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമാണ്. ഓക്കെ, ഇത് നമ്മുടെ രണ്ടാമത്തെ ഒരു ക്ലാസ് ആണ് റിലേറ്റഡ് ടു ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഫ്രം മാർത്താണ്ഡവർമ്മ ടു ശ്രീ ചിത്തിര തിരുനാൾ. ഒന്നാമത്തെ ക്ലാസ് കാണാത്തവരെല്ലാവരും അത് പോയി കാണണം. ഓക്കെ, അപ്പോൾ അതിനൊരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഈ ഒരു ക്ലാസ് വരുന്നത്. ഓക്കെ അല്ലേ? സോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ക്ലാസ് പഠിക്കുന്നത്? എങ്ങനെയാണ് നമ്മൾ 12 റൂളേഴ്സ് ഉണ്ടല്ലേ നമുക്ക്. ഓക്കെ, തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ പ്രധാനപ്പെട്ട 12 റൂളേഴ്സ് ഉണ്ട്. അതിലെ മൂന്ന് ഭാഗങ്ങളായിട്ടായിരിക്കും നമ്മൾ പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡീൽ ചെയ്തത് ആരൊക്കെയാണ്? മാർത്താണ്ഡവർമ്മ, കാർത്തിക തിരുനാൾ രാമവർമ്മ, അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. ഈ മൂന്ന് രാജാക്കന്മാരെ കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞത് അല്ലേ. എന്തൊക്കെയായിരുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ? പഠിച്ചവരാണെങ്കിൽ നമുക്കൊന്ന് റീക്യാപ്പ് ചെയ്യാം. ഓക്കെ അല്ലേ? ആദ്യം വരുന്നത് ആരായിരുന്നു? മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടം എങ്ങനെയാണ് നമ്മൾ പഠിച്ചത്? ഓർക്കുന്നില്ലേ? 1729 ടു 29 പ്ലസ് 29 58, 1758 വരെ. ഓക്കെ, അന്ന് നടന്ന പ്രശസ്തമായ കുറച്ച് സംഭവങ്ങൾ എന്തൊക്കെയാണ്? ബാറ്റിൽ ഓഫ് കൊളച്ചിൽ യുദ്ധം നടന്നത് എന്നാണ്? 1741 കൊളച്ചിൽ യുദ്ധം. അത് മാർത്താണ്ഡവർമ്മയും ആരും തമ്മിലായിരുന്നു? ഞാനിങ്ങനെ ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കുള്ളൂ. നിങ്ങൾ ആ ക്ലാസ് കണ്ടിട്ട് ഒന്ന് റീക്യാപ്പ് ചെയ്ത് വരണം. ഓക്കെ അല്ലേ? ആരായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ ദളവ? ഓക്കെ, വിശ്വസ്തനായിട്ടുള്ള ആള് ഓർമ്മയുണ്ടോ? രാമയ്യൻ ദളവ അല്ലേ. അത് കഴിയുമ്പോൾ വരുന്നതാണ് മാർത്താണ്ഡവർമ്മ. ആരായിരുന്നു? മോഡേൺ ട്രാവൻകൂറിൻ്റെ, ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന ആളായിരുന്നു. അവിടെ നടന്ന ഫൈറ്റ്സും കാര്യങ്ങളും എല്ലാം നമ്മൾ പഠിച്ചു. മാർത്താണ്ഡവർമ്മ എങ്ങനെയാണ് വന്നത്, എന്തൊക്കെ നേരിടേണ്ടി വന്നു, ആ ഒരു ഫ്യൂഡൽ വ്യവസ്ഥിതിയെ മാറ്റി മോഡേൺ തിരുവിതാംകൂർ എന്നൊരു സംഭവം സ്ഥാപിച്ചതിൻ്റെ രീതികളെല്ലാം പഠിച്ചു. അതുമായി റിലേറ്റ് ചെയ്ത് മാർത്താണ്ഡവർമ്മക്കുള്ള കുറച്ച് പേരുകളൊക്കെ എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തല്ലേ. ഇനി നമുക്ക് നോക്കാനുള്ള അത് കഴിഞ്ഞിട്ട് ആരായിരുന്നു? കാർത്തിക തിരുനാൾ രാമവർമ്മ. ഓക്കെ, കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ സമയം എന്ന് പറയുമ്പോൾ കിഴവൻ രാജ, ധർമ്മരാജ, ലോങ്ങസ്റ്റ് ഡ്യൂറേഷൻ ഉള്ള കിങ് അല്ലേ. 1758 തൊട്ട് 40 വർഷമുള്ള കിങ് ആണ് ആര്? കാർത്തിക തിരുനാൾ രാമവർമ്മ. ഓർക്കണം, മറക്കരുത്. അവിടെ നമ്മൾ പഠിച്ച 2 ആൾക്കാരുണ്ട്. ആരൊക്കെയാണ്? അയ്യപ്പൻ മാർത്താണ്ഡപിള്ള, പിന്നെ ഒരാളും കൂടെ ഉണ്ടല്ലോ, രാജാ കേശവദാസും അയ്യപ്പൻ മാർത്താണ്ഡ പിള്ളയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഓർത്ത് വെക്കണം. ആ ഒരു സമയത്ത് ഉണ്ടായ ഒരു പ്രശസ്തമായിട്ടുള്ള സംഭവമല്ല, ആരുടെ ആക്രമണമായിരുന്നു ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത്, എങ്ങനെയാണ് ധർമ്മരാജ എന്നുള്ള പേര് കിട്ടിയത് എന്നൊക്കെ നമ്മൾ പഠിച്ചല്ലേ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെന്താ നമ്മൾ പഠിച്ചത്? ബാലരാമവർമ്മ. ഓക്കെ, ബാലരാമവർമ്മയുടെ സമയത്ത് കാർത്തിക തിരുനാൾ രാമവർമ്മ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചു ആട്ടക്കഥയുടെ പ്രാധാന്യം, ആട്ടക്കഥയ്ക്ക് അന്നുള്ള പ്രാധാന്യം, അദ്ദേഹം രചിച്ച കൃതി ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആദ്യത്തെ ക്ലാസ് കാണാത്തവർ ഉറപ്പായിട്ടും ആദ്യത്തെ ക്ലാസ് കാണണം. അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്. ഇനി നിങ്ങൾക്ക് ഈ ഒരു ഭാഗം മാത്രമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഓക്കെ അല്ലേ? സോ ബാലരാമവർമ്മയുടെ സമയത്ത് എന്തൊക്കെ ഉണ്ടായി? ആരാണ് ഒരു പ്രശസ്തനായ ദളവ? ഓക്കെ, ദളവ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള പേരെന്തായിരിക്കും? വേലുത്തമ്പി ദളവ എന്നായിരിക്കും അല്ലേ. വേലുത്തമ്പി ദളവ എന്ന് പറയുമ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ ഓപ്പോസിറ്റുള്ള പ്രതിമ വേലുത്തമ്പി ദളവയുടെയാണ്. ദളവയുടെ ആ ഒരു വാള് സൂക്ഷിച്ചത് എവിടെയാണ്? നേപ്പിയർ മ്യൂസിയം. തിരുവനന്തപുരത്ത് വന്നിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്താണെങ്കിലും വിസിറ്റ് ചെയ്ത ഒരു സ്ഥലമായിരിക്കും അല്ലേ. അവിടെ എന്തുണ്ട്? വേലുത്തമ്പി ദളവയുടെ വാള് സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇത് റിലേറ്റ് ചെയ്ത് വേലുത്തമ്പി ദളവ ജനിച്ച സ്ഥലം, മരിച്ച അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്ത സ്ഥലം, അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? ഓർത്ത് വെക്കണം, ഓർത്ത് നോക്കണം. ഓക്കെ അല്ലേ? വേലുത്തമ്പി ദളവ മാത്രമല്ല, ബാലരാമവർമ്മയുടെ സമയത്ത് വേറൊരാളും കൂടെ പ്രശസ്തനായിട്ടുള്ള ഒരാളുണ്ട്. ആരാണ്? ഉമ്മിണിത്തമ്പി അല്ലേ. ബാലരാമപുരം കൈത്തറി ആസ്ഥാനമാക്കുന്ന ആ ഒരു കാര്യത്തിലൊക്കെ നല്ലൊരു കോൺട്രിബ്യൂഷൻ കൊടുത്ത ആളാണ്. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു സംഭവവുമായി റിലേറ്റ് ചെയ്ത് ഓർത്ത് വെക്കുക. ആദ്യത്തെ ക്ലാസ് കാണുക. ഇതൊരു റീക്യാപ്പ് ആയിരുന്നു. ഓക്കെ, സോ ഇനി നമുക്ക് നോക്കാനുള്ള 3 ആൾക്കാർ ആരാണ്? നമ്മൾ എങ്ങനെയാണ് പഠിക്കുന്നത്? തിരുവിതാംകൂർ രാജവംശത്തിലെ രാജാക്കന്മാരെ എങ്ങനെയാണ് പഠിക്കുന്നത്? 3 ബ്ലോക്കുകളായിട്ടാണ് പഠിക്കുന്നത്. മൊത്തം നമുക്ക് എത്ര പേരുണ്ട്? 12 പേരെ കേരള PSCക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുണ്ട്. അതിൽ 3 ആൾക്കാരെ കഴിഞ്ഞു. ഇത് രണ്ടാമത്തെ 3 ആൾക്കാരാണ്. വിച്ച് ഈസ് ഫസ്റ്റ് വൺ ആരാണ്? റാണി ഗൗരി ലക്ഷ്മി ബായ്. അത് കഴിയുമ്പോൾ ആരാണ്? റാണി ഗൗരി പാർവതി
പാർവതിബായി, അത് കഴിയുമ്പോൾ സ്വാതി തിരുനാൾ. അപ്പോൾ നിങ്ങൾക്ക് മാറിപ്പോകല്ലേ ലക്ഷ്മി, പാർവതിബായി, ലക്ഷ്മിബായി. ഓക്കെ, ഇനി മാറിപ്പോകണ്ട, ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് വെച്ച് നിങ്ങൾ പഠിച്ചാൽ മതി ഈ മൂന്നാൾക്കാരെ. ആദ്യം ലക്ഷ്മിബായി L, അത് കഴിഞ്ഞാൽ പാർവതിബായി. ഓക്കെ, അത് കഴിയുമ്പോഴാണ് സ്വാതി തിരുനാൾ. ഈ ആൾക്കാർക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്താണ്, എങ്ങനെയൊക്കെയാണ് ഇവർ പ്രശസ്തമായെന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ അല്ലേ? സോ 1810 ആരുടെ ഭരണം കഴിയുന്നത്? ബാലരാമവർമ്മയുടെ ഭരണം കഴിയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത രാജാവ് ആവേണ്ടത് ആരാണ്? ബാലരാമവർമ്മയുടെ സഹോദരിയുടെ പുത്രൻ. അപ്പോൾ സഹോദരിക്ക് എന്തുണ്ടായിരുന്നില്ല ആ ഒരു സമയത്ത്? പുത്രൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ സഹോദരി തന്നെയാണ് അടുത്ത റാണിയായിട്ട് വരുന്നത്, റാണി ഗൗരി ലക്ഷ്മിബായി. ഓക്കെ, സഹോദരിയുടെ കാലയളവ് വളരെ കുറവാണ്. 1810 തൊട്ട് 1815 വരെയാണ്. ഓർത്ത് വെക്കട്ടെ, ആകെ 5 വർഷമേ ഉള്ളൂ ലക്ഷ്മിബായി. അത് കഴിഞ്ഞ് റാണി ഗൗരി പാർവതിബായും കുറച്ചൊരു സമയം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാണ് സ്വാതി തിരുനാൾ വരുന്നത്. ഓക്കെ അല്ലേ? സോ ആദ്യത്തെ ആളെ നമുക്ക് പഠിക്കാം, റാണി ഗൗരി ലക്ഷ്മിബായി. ലക്ഷ്മി ആദ്യം, അത് കഴിഞ്ഞ് പാർവതി, അത് കഴിഞ്ഞ് സ്വാതി തിരുനാൾ. രണ്ടാമത്തെ 3 ബ്ലോക്ക് ഓക്കെ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ, സോ നമുക്ക് നോക്കാം. സിസ്റ്റർ ഓഫ് ബാലരാമവർമ്മ നമുക്ക് അറിയാമല്ലേ, നമ്മളോട് പറയേണ്ട കാര്യമില്ല. ബിക്കോസ് എന്താണ്, തിരുവിതാംകൂറിൽ നിലനിൽക്കുന്നത് മരുമക്കത്തായമാണ്. എന്താണ്? മരുമക്കത്തായാണ്, മക്കത്തായമല്ല. ബാലരാമവർമ്മയുടെ മകനല്ല രാജാവാവുക, സഹോദരിയുടെ മകനായിരിക്കും രാജാവായിട്ട് വരിക. ഓക്കെ, അപ്പോൾ സിസ്റ്റർ ഓഫ് ബാലരാമവർമ്മയാണ് റാണി ഗൗരി ലക്ഷ്മിബായി. ലക്ഷ്മിബായി എന്നും പാർവതിബായി എന്നും നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ഈ റാണി ഗൗരി ലക്ഷ്മിബായി ആണ് ഫസ്റ്റ് ഫീമെയിൽ റൂളർ ഓഫ് മോഡേൺ ട്രാവൻകൂർ എന്ന് പറയുന്നത്. ഓക്കെ, സഹോദരിയുടെ മോനില്ലാത്തത് കൊണ്ട് സഹോദരി ആ ഒരു റൂൾ ഏറ്റെടുക്കുകയാണ്. ഓക്കെ അല്ലേ? ഈ ഒരു സമയത്ത് ഞാൻ പറഞ്ഞു 1810 റൂളർ ആവുന്നതെന്ന് പറഞ്ഞു. അതിൽ 1815 വരെയുള്ള കാലഘട്ടത്തിൽ ഇതിലൊരു 1814 എന്താണ്, റാണി ഗൗരി ലക്ഷ്മിബായിക്ക് ഒരു മോൻ ജനിക്കുകയാണ്. ആ മോൻ ആരാണ്? സ്വാതി തിരുനാളാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ സ്വാതി തിരുനാളാണ് മോൻ. അപ്പോൾ മോന് ജനിക്കുന്നതിന് മുന്നേ ആ മോൻ എന്താണ്, ഒരു രാജാവായിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ മോന് ജനിച്ച ആ ഒരു വർഷം തൊട്ട് എന്താണ്, ഈ ഒരു ഡ്യൂറേഷനിൽ ലക്ഷ്മിബായി ഒരു റീജന്റ് ആയിട്ടാണ് ഭരിക്കുന്നത്. റീജന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറിജിനൽ രാജാവിന് 18 വയസ്സായാലല്ലേ കൊറോണേഷൻ, ആ ഒരു ധാരണം നടക്കുള്ളൂ. അപ്പോൾ അവിടെ ഭരിക്കുന്നത്, അതുവരെ ഭരിക്കുന്ന ആളാണ്. അതിൻ്റെ ഒരു സാന്നിധ്യത്തിൽ ഭരിക്കുക എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു കുട്ടിയായിരിക്കുമ്പോൾ ആ ഒരു സാന്നിധ്യത്തിൽ ഭരിക്കുന്നതാണ് ആര്? റാണി ഗൗരി ലക്ഷ്മിബായി. അപ്പോൾ ഈ ഒരു ഡ്യൂറേഷനിൽ അവർ ഭരിക്കുന്നത് റീജന്റ് ആയിട്ടാണ്. അതുവരെ കംപ്ലീറ്റ് റൂളറെ പോലെ തന്നെയാണ് ഭരിക്കുന്നത്. ഓക്കെ, ഈ ഒരു ഡ്യൂറേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു. ലോങ്ങസ്റ്റ് ഡ്യൂറേഷൻ ആരാണ് ട്രാവൻകൂർ ഡൈനാസ്റ്റിയിൽ? ആരാണ്? നിങ്ങൾ പഠിച്ചതല്ലേ, ഫസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. കാർത്തിക തിരുനാളാണ്. അതുകൊണ്ടാണ് കിഴവൻ രാജ എന്ന് പറയുന്നത് അല്ലെ. 40 വർഷമാണ് ഭരിച്ചത്. അങ്ങനെയാണെങ്കിൽ ഷോർട്ടസ്റ്റ് ആയിട്ട് ഭരിച്ച ആളാരാണ്? ലക്ഷ്മിബായി ആണ് ഷോർട്ടസ്റ്റ് ഡ്യൂറേഷനിലുള്ളത്. പക്ഷെ ഷോർട്ടസ്റ്റ് ആണ്, കുറച്ചുകൂടെയൊക്കെ കാര്യങ്ങൾ കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ലക്ഷ്മിബായി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഉമ്മിണിത്തമ്പി ആയിരുന്നല്ലേ. നമ്മൾ ലാസ്റ്റ് പഠിച്ച ആരാണ്? വേലുത്തമ്പി ദളവ. ബാലരാമവർമ്മയുടെ ദിവാനായിട്ടും റീജൻ്റായിട്ട് വരുന്ന ആരൊക്കെയാണെന്നൊക്കെ നമ്മൾ പഠിച്ചല്ലേ. അപ്പോൾ വേലുത്തമ്പി ദളവ കഴിഞ്ഞാൽ ഉമ്മിണിത്തമ്പി, അത് കഴിഞ്ഞാലാണ് അടുത്ത ആളായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഉമ്മിണിത്തമ്പിനെ റിമൂവ് ചെയ്ത് അവിടെ റെസിഡന്റ് ആയിട്ട് മൺട്രോയെ നിയമിക്കുന്നുണ്ട്. റെസിഡന്റ് മൺട്രോനെ തന്നെ ദിവാനായിട്ടും നിയമിക്കുന്നുണ്ട്. ഈ ദിവാനും പ്രസിഡന്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ദിവാൻ എന്ന് പറയുമ്പോൾ രാജാവിന്റെ പ്രധാനപ്പെട്ട മന്ത്രിയാണ് ദിവാൻ. പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കാർത്തിക തിരുനാളിന്റെ കാലത്ത് തന്നെ ബ്രിട്ടീഷിന്റെ അധീനതയിലായിട്ടുണ്ട്. ഒരു പ്രിൻസ്ലി സ്റ്റേറ്റ് ആയിട്ട് തിരുവിതാംകൂർ മാറിയിട്ടുണ്ട്. സോ അപ്പോൾ ബ്രിട്ടീഷിന്റെ പ്രതിനിധി ആയിട്ടുള്ള ആളാണ് ആര്? റെസിഡന്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മളെല്ലാം പഠിക്കുമ്പോൾ ഏകദേശം ബാലരാമവർമ്മയുടെ സമയമാകുമ്പോൾ തന്നെ എന്തുണ്ട്? റെസിഡന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൊളിൻ മക്കളെ നമ്മൾ പഠിച്ചതാണ് അല്ലേ. എന്നാൽ കൊളിൻ മക്കളെ നമുക്ക് ഒരുപാട് ഉപദ്രവങ്ങളാണ് ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ഒരു മികച്ചതായിട്ടുള്ള ഒരു റീജന്റിനെയാണ് നമുക്ക് റെസിഡന്റിനെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. നേരത്തെ ഞാൻ റീജന്റ് എന്നാണോ പറഞ്ഞത്? റാണി ഗൗരിബായി റീജന്റ് ആയിട്ടാണ് കേട്ടോ ഭരിച്ചിട്ടുള്ളത്, റെസിഡന്റ് അല്ല. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. റീജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ ഒരു സമയത്ത് ഒരു കിങ്ങിന് പ്രായപൂർത്തിയാവുന്ന സമയം വരെ അദ്ദേഹത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഭരിക്കുന്ന ആള് റീജന്റും പ്രസിഡന്റും മാറിപ്പോകരുത് കേട്ടോ ഇനി. ഓക്കെ, അപ്പോൾ റെസിഡന്റ് എന്താണ്? കിങ്ങിന്റെ ബ്രിട്ടീഷിന്റെ പ്രതിനിധിയാണ് റീജന്റ് റെസിഡന്റ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി എന്താണ് എന്തൊക്കെയാണ് ആ ഒരു 1810 തൊട്ട് 1815 വരെ ഉണ്ടായ സംഭവങ്ങൾ നമുക്ക് നോക്കാം.
ഓക്കെ, അപ്പോൾ അവിടെ ഉള്ളത് ആരാണ്? കേണൽ മൺട്രോ ആണ്. മൺട്രോ അത്യാവശ്യം അടിപൊളിയാണ്. മൺട്രോ തുരുത്തൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതൊക്കെ ഈ ഒരു മൺട്രോനെ റിലേറ്റ് ചെയ്തിട്ടുള്ള തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ 1811 എന്താ ചെയ്യുന്നത്? ഏറ്റവും കൂടുതൽ കറപ്ഷൻ നടന്നിരുന്ന ഒരു സ്ഥലം, ബാലരാമവർമ്മയുടെ ആ ഒരു ഭരണം നമ്മൾ പറയുമ്പോൾ തന്നെ അവിടെ എന്താ ഉള്ളത്? കറപ്ഷൻ ഉണ്ട് ഭയങ്കരമായിട്ട്. അത് നടന്നിരുന്ന എവിടെയായിരിക്കും? ആ ഒരു ക്ഷേത്രം റിലേറ്റഡ് ഭൂമി, ആ ഒരു ദേവസ്വം, ആ ഒരു സംഭവത്തിലായിരിക്കും. അപ്പോൾ ദേവസ്വത്തിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഗവൺമെൻറ് ഏറ്റെടുക്കുകയാണ് ആദ്യമായിട്ട് ചെയ്തത്. സോ 1811 ദേവസ്വത്തിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഏറ്റെടുത്തു. പിന്നെ എന്താ ചെയ്തത്? വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. PSC എപ്പോഴും ചോദിക്കും. 812 എന്താണ് ചെയ്തത്? അടിമക്കച്ചവടം എന്ത് ചെയ്തു? തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കിയ റാണി ആരാണ്, രാജാവ് ആരാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? ലക്ഷ്മിബായി ആണ്. പാർവതിബായി അല്ല, ലക്ഷ്മിബായി ആണ്. ഫസ്റ്റ് ആളാണ് അടിമത്തം നിർത്തലാക്കിയത്. ഓക്കെ, ബാൻഡ് സ്ലൈവ് ട്രേഡ് ഇൻ 1812 ആൻഡ് മോഡേൺ. ഇവിടെ ഭരിക്കുന്നത് മൺട്രോ ആണ്. ആക്ച്വലി മൺട്രോയുടെ ഒരു റിഫോംസ് ആയിട്ട് തന്നെ ഇത് നമ്മൾ പറയേണ്ടി വരും കേട്ടോ. ഓക്കെ, അപ്പം മോഡേൺ രീതിയിലുള്ള അലോപ്പതിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. വിച്ച് ഇസ് വാക്സിനേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതേപോലെ തന്നെ മോഡേൺ മെഡിസിൻ ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ ഒരു സമയത്തായിരുന്നു, മൺട്രോയുടെ ആ ഒരു സമയത്തായിരുന്നു. ഓക്കെ അല്ലേ? ഇനി നമുക്ക് പഠിക്കേണ്ട ഒരാൾ തന്നെയാണ് കേണൽ മൺട്രോ. ഓക്കെ, ഞാൻ കുറേ നേരമായി പറയുന്നത് ലക്ഷ്മിബായിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നതെന്നുണ്ടെങ്കിലും പറയുന്നത് മൺട്രോയുടെ റിഫോംസ് എന്നായിരുന്നല്ലേ. അത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് ഈ ഒരു കേണൽ മൺട്രോക്ക് ഈ ഒരു കേരള ഹിസ്റ്ററിയിൽ ഈ ഒരു ഭാഗമായിട്ടുള്ളത്. 810 തൊട്ട് 815, 16 ആ ഒരു സമയത്തൊക്കെ വളരെയധികം കോൺട്രിബ്യൂഷൻസ് കേണൽ മൺട്രോ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? സോ ഫസ്റ്റ് യൂറോപ്യൻ അല്ലെങ്കിൽ നോൺ ഹിന്ദു ദിവാൻ, ഇതുവരെ ഹിന്ദു ദിവാൻസ് ആയിരുന്നല്ലേ ഉണ്ടായിരുന്നത്. നമ്മളെല്ലാവരുടെ ദിവാൻമാരെ നോക്കിയാലും ഹിന്ദു ദിവാൻസ് ആയിരുന്നു. അപ്പം നോൺ ഹിന്ദു അല്ലെങ്കിൽ ഫസ്റ്റ് യൂറോപ്യൻ ആയിട്ടുള്ള ദിവാനാണ് കേണൽ മൺട്രോ. അപ്പോൾ റെസിഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ എന്തുണ്ടായിരുന്നു? ബ്രിട്ടീഷുകാരുടെ പ്രതിനിധിയായിട്ട് തിരുവിതാംകൂറിൽ എന്തുണ്ട്? യൂറോപ്യന്മാരുണ്ട്. പക്ഷേ ദിവാനായിട്ട് എപ്പോഴും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ തന്നെ ഉണ്ടാവാറ്. പക്ഷേ ഇതാണ് ഇവിടെ കേണൽ മൺട്രോയെ ഉമ്മിണിത്തമ്പിക്ക് ശേഷം എന്താണ് ദിവാനും കൂടെ ആക്കുന്നുണ്ട്. റെസിഡൻ്റ് ആയിട്ടുള്ള മൺട്രോനെ ദിവാനും കൂടെ ആക്കുന്നുണ്ട്. അതൊരു നല്ല സംഭവമാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ അല്ലേ? സോ ഫസ്റ്റ് റെസിഡൻറ്റും ദിവാനും ആവുന്ന ആദ്യത്തെ ആളും ആരാണ്? കേണൽ മൺട്രോ ആണ്. അതേപോലെ തന്നെ ഇദ്ദേഹം ട്രാവൻകൂറിൻ്റെ മാത്രമല്ല കൊച്ചിയുടെയും കൂടെ ദിവാനായിട്ട് ഉണ്ടായിരുന്നു. ഓക്കെ, കൊച്ചിയുടെ ആദ്യത്തെ ദിവാനായിരുന്നു കേണൽ മൺട്രോ എന്നുള്ളത് ഒന്ന് ഓർത്തു വെക്കുക. അപ്പോൾ നമ്മൾ പഠിച്ച സംഭവങ്ങളെല്ലാം കുറച്ച് മോഡേൺ അഡ്മിനിസ്ട്രേഷൻ സാധനങ്ങളാണ് നമ്മൾ പഠിച്ചതല്ലേ. അപ്പോൾ അതൊക്കെ ആരുടെ ഒരു മോഡേൺ അഡ്മിനിസ്ട്രേഷൻ രീതിയൊക്കെ എന്താണ്? കേണൽ മൺട്രോൻ്റെ ഒരു റിഫോം ആയിരുന്നു. അവിടെ ഉണ്ടായിരുന്ന കാര്യക്കാരൻ എന്ന പദവിനെ നമ്മൾ എന്തിട്ട് തഹസിൽദാർ, ഇന്നത്തെ തഹസിൽദാർ എന്ന രീതിയിലേക്ക് മാറ്റിയത് ആരാണ്? കേണൽ മൺട്രോ ആണ് എന്നുള്ളത് ഓർത്തു വെക്കുക. അതേപോലെ തന്നെ ഒരു പ്രത്യേക ലീഗൽ കോഡൊക്കെ ലീഗൽ സംഭവങ്ങളൊക്കെ കോഡിഫൈ ചെയ്ത് ചട്ടവരി യോലക്കൽ എന്ന് പറഞ്ഞൊരു സംഭവം 1811 വേറൊരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. എന്തായിരുന്നു? ദേവസ്വത്തിനെ ഗവൺമെന്റിന്റെ അധീനതയിലേക്ക് എടുത്തിട്ടുണ്ട് അല്ലേ. ഗവൺമെന്റ് ദേവസ്വത്തിന്റെ അഡ്മിനിസ്ട്രേഷൻ എടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ഓർത്തു വെക്കുക. അതേപോലെ തന്നെ മൺട്രോ ഏകദേശം 1815 അല്ലേ. 1815 ലക്ഷ്മിബായിയുടെ ഭരണം. 15 വരെയാണ് ലക്ഷ്മിബായിയുടെ. ആ ഒരു സമയമാകുമ്പോൾ തന്നെ ദിവാൻ പോസ്റ്റിൽ നിന്ന് റിട്ടയർഡ് ആവുന്നുണ്ട്. എന്നിട്ട് 18 വരെ അദ്ദേഹം റെസിഡന്റ് പോസ്റ്റിൽ നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പാർവതിബായിയുടെ ആ ഒരു ഡ്യൂറേഷനിലും കുറച്ച് എന്തുണ്ട്? നമ്മുടെ മൺട്രോ റെസിഡന്റ് സ്ഥാനം അലങ്കരിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? സോ ഇനി കേണൽ മൺട്രോയുടെ റിഫോംസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. പോലീസ് ഫോഴ്സ്, തണ്ടദാർ എന്ന് പറഞ്ഞ ഒരു പേരിൽ പോലീസ് ഫോഴ്സിനെ നിയമിച്ചത് കേണൽ മൺട്രോ ആണ്. അതേപോലെ തന്നെ ഓഡിറ്റ് അക്കൗണ്ട് സിസ്റ്റം ഒക്കെ ഉണ്ടാക്കിയത് മൺട്രോ ആണ്. അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കി. അതേപോലെ തന്നെ എന്താ പറയുക, കോർട്സും എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൊക്കെ ഒരുപാട് റിഫോംസ് മൺട്രോ കൊടുത്തിട്ടുണ്ട്. ആ ഒരു മോഡേണൈസേഷൻ എന്നുള്ള സാധനം ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കേണൽ മൺട്രോയുടെ ആ ഒരു സമയത്താണ്. പെർട്ടിക്കുലർ സ്കൂൾസ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ അന്ന് ഉണ്ടായിരുന്നത് 5 ഡിസ്ട്രിക്ട് കോർട്സുകളായിരുന്നു. അത് മൺട്രോ എസ്റ്റാബ്ലിഷ് ചെയ്ത 5 ഡിസ്ട്രിക്ട് കോർട്സ് എവിടെയൊക്കെയാണെന്നുള്ളതും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. പത്മനാഭപുരം എവിടെയായിരുന്നു? കന്യാകുമാരി ജില്ലയിൽ. എങ്ങനെയാണ് പത്മനാഭപുരം നമ്മൾ കേട്ടിട്ടുള്ളത്? അതെ, മാർത്താണ്ഡവർമ്മയുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള പത്മനാഭപുരം അല്ലേ. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് ഡിസ്ട്രിക്ട് കോർട്ട്, അതേപോലെ തന്നെ മാവേലിക്കരയിലെ ഡിസ്ട്രിക്ട് കോർട്ട്, വൈക്കത്ത്, ആലുവയിലൊക്കെ ഡിസ്ട്രിക്ട് കോർട്സ് ഉണ്ടാക്കിയത് കേണൽ മൺട്രോ ആണ്. അപ്പോൾ ഡിസ്ട്രിക്ട് കോർട്സിൻ്റെ എബോ ആയിട്ട് എന്തും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്? അപ്പീൽ കോർട്സ് കൂടെ മൺട്രോ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ ആരൊക്കെയാണുള്ളത്? ഡിസ്ട്രിക്ട് കോർട്സിലെ 5 ജഡ്ജും
കൂടാണ്ട് ദിവാൻ ആരായിരിക്കും? നമ്മുടെ മോൺട്രോ. ഓക്കെ, ആ കാലത്ത് മോൺട്രോ. ഓക്കെ, പിന്നെ അതേപോലെ നമ്മൾ പഠിച്ചു ഹജൂർ കച്ചേരി കൊല്ലത്ത് സ്ഥാപിച്ചത് ആരാന്ന് നമ്മൾ പഠിച്ചല്ലേ? ആരായിരുന്നു? വേലുത്തമ്പി ദളവ. ഓക്കെ, അപ്പൊ ഹജൂർ കച്ചേരി എന്താണ്? ദിവാന്റെ ആ ഒരു അഡ്മിനിസ്ട്രേഷൻ സെറ്റപ്പാണ് ഹജൂർ കച്ചേരി എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഹജൂർ കച്ചേരി എറണാകുളത്തേക്ക് സ്ഥാപിച്ചത് ആരാണ്? എറണാകുളത്ത് സ്ഥാപിച്ചത് നമ്മുടെ കേണൽ മോൺട്രോ ആണ്. അതേപോലെ സെക്രട്ടേറിയറ്റ് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ കേണൽ മോൺട്രോയുടെ ആ ഒരു ഡ്യൂറേഷനാണ്. ഓക്കെ, നമ്മൾ പഠിച്ചത് 1810 തൊട്ട് 15 വരെ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആള് ലക്ഷ്മിബായിയുടെ ഭരണകാലമാണ്. അവിടെ നടക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? ദേവസ്വം നമ്മൾ ഏറ്റെടുത്തതും, നമ്മളല്ല ഗവൺമെൻറ് ഏറ്റെടുത്തതും 1812 അടിമ കച്ചവടം തിരുവിതാംകൂറിൽ നിർത്തലാക്കിയത് വലിയൊരു കാര്യമാണ്. PSC എപ്പോഴും ചോദിക്കാറുണ്ട്. 1812. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റാണി ഗൗരി പാർവതി ബായി. അപ്പോൾ റാണി ഗൗരി ലക്ഷ്മി ബായി എന്ന് പറഞ്ഞു 810 തൊട്ട് 15 വരെ ഭരിച്ചു അല്ലേ? ഇതിൽ 14, 15 റീജന്റ് ആയിട്ടാണ് ഭരിക്കുന്നത്. സ്വാതി തിരുനാളിന് ജന്മം നൽകുന്നുണ്ട് നമ്മുടെ ലക്ഷ്മിബായി. അപ്പോൾ സ്വാതി തിരുനാൾ ജനിക്കുന്ന ആ ഒരു അവസരത്തിൽ തന്നെ ലക്ഷ്മിബായി മരണപ്പെടുന്നുണ്ട്. അപ്പോൾ സ്വാതി തിരുനാളിന് 18 വയസ്സാവാൻ വീണ്ടും സമയം ബാക്കിയുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ഡ്യൂറേഷനിൽ ഭരിക്കുന്നത് ലക്ഷ്മിബായിയുടെ സഹോദരിയായിട്ടുള്ള, ലക്ഷ്മിബായിയുടെ സഹോദരി എന്ന് പറയുമ്പോൾ അത് ആരുടെ സഹോദരിയുടെ ആയിരിക്കും? ബാലരാമവർമ്മയുടെ സഹോദരിയായിരിക്കും. അപ്പോൾ ബാലരാമവർമ്മയുടെ സഹോദരിയുടെ ആയിട്ടുള്ള പാർവതി ബായിയാണ് 1815 തൊട്ട് നമ്മുടെ സ്വാതി തിരുനാളിന് 18 ഇയേഴ്സ് ആവുന്നത് വരെ, 18 വയസ്സ് വരെ എന്ത് ചെയ്യുന്നത്? ഭരിക്കുന്നത്. ഓക്കെ, സോ ഒരു കാര്യം ഓർത്ത് വെക്കുക. അപ്പോൾ ആരാണ് ഫസ്റ്റ് ഫുൾ ടൈം റീജന്റ് ഓഫ് ട്രാവൻകൂർ എന്ന് ചോദിച്ചാൽ അത് പാർവതി ബായി ആണ്, ലക്ഷ്മിബായി അല്ല. ലക്ഷ്മിബായി ആദ്യം ഭരിക്കുമ്പോൾ സ്വാതി തിരുനാൾ ജനിച്ചിട്ടില്ല അല്ലേ? പിന്നീടാണ് ജനിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫുൾ ടൈം റീജന്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർവതി ബായി ആണ്. ആദ്യത്തെ റീജന്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ലക്ഷ്മിബായി ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ പാർവതി ബായിയുമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈമറി എഡ്യൂക്കേഷൻ ഫ്രീ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. പാർവതി ബായി പ്രൈമറി എഡ്യൂക്കേഷൻ റിലേറ്റഡ് ഒരുപാട് റിഫോംസ് ഈ ഒരു കാലത്ത് ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം മോൺട്രോ ഏകദേശം 1818 വരെ അവിടെ എന്തായിട്ടുണ്ട് റെസിഡൻ്റ് ആയിട്ടുണ്ട് അല്ലേ? അപ്പോൾ പാർവതി ബായി ഭരിക്കുന്നല്ല റീജൻ്റ് ആയിരിക്കുന്ന ആ ഒരു സമയത്തും കേണൽ മോൺട്രോ ഉണ്ട്. അപ്പോൾ അതേപോലെ അപ്പോൾ എന്തായിരിക്കും? കുറച്ചുകൂടെ മോഡേണൈസേഷൻ അവിടെ ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു എന്താണെങ്കിലും ഇന്ത്യൻ ഹിസ്റ്ററി ആയിട്ട് നമുക്ക് ചേർത്ത് വെക്കാം. 1813 ആക്ട് എന്താ പറയുന്നത്? വിദ്യാഭ്യാസത്തിന് കുറച്ച് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. 809 ആകുമ്പോൾ കേരളത്തിൽ എന്ത് വരുന്നുണ്ട്? മിഷണറിമാർ വരുന്നുണ്ട്. അവരൊരുപാട് സംഭാവനകളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡ്യൂറേഷൻ ആയതുകൊണ്ട് തന്നെ പാർവതി ബായിയുടെ സമയം എന്താണ്? എഡ്യൂക്കേഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സമയമാണ്. സോ പ്രൈമറി എഡ്യൂക്കേഷൻ ഫ്രീ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? പാർവതി ബായി ആണ്. പിന്നെ അതേപോലെ തന്നെ ഗവൺമെൻറ് സ്കൂളുകളൊക്കെ ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് ആ ഒരു സമയത്ത് ഏറ്റെടുത്തു. പ്രൈമറി എഡ്യൂക്കേഷൻ ഫ്രീ ആയിട്ട് കൊടുത്തു അല്ലേ? അപ്പോൾ ആ ഒരു സമയത്ത് ഗവൺമെൻറ് ലേബേഴ്സ്, അൺപെയ്ഡ് ഗവൺമെൻറ് ലേബേഴ്സ് ഉണ്ടായിരുന്നു, ഊഴിയം എന്നാണ് പറയുന്നത്. ഓക്കെ, അത് അബോളിഷ് ചെയ്യാണ് ചെയ്തത്. അത് അബോളിഷ് ചെയ്തത് ആരാണ്? അൺപെയ്ഡ് ഗവൺമെൻറ് ലേബേഴ്സ് അബോളിഷ് ചെയ്തത് ആരാണ്? നമ്മുടെ പാർവതി ബായി ആണ്. പ്രൈമറി എഡ്യൂക്കേഷൻ ഫ്രീ ആയിട്ട് കൊടുത്തു, സ്കൂൾസൊക്കെ ഏറ്റെടുത്തു അല്ലേ? പിന്നെ വുമൺ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലും അത്യാവശ്യം എൻകറേജ് ചെയ്യുന്നുണ്ട് പാർവതി ബായി ആണ്. പാർവതി പ്രൈമറി സ്കൂൾ, വുമൺ എഡ്യൂക്കേഷൻ, ഗവൺമെൻറ് സ്കൂളുകളൊക്കെ ഏറ്റെടുത്തു. എഡ്യൂക്കേഷൻ റിലേറ്റഡ് ഒരുപാട് റിഫോംസ് ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ കോട്ടയത്തും ആലപ്പുഴയിലൊക്കെ വുമൺ സ്കൂൾസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഒരു സമയം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒത്തിരി ഒപ്രഷൻ നടക്കുന്ന ഒരു സമയമാണ്. ആ ഒരു സമയത്താണ് സ്കൂൾസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എവിടെയാണ്? കോട്ടയത്തും ആലപ്പുഴയിലൊക്കെ. ഓക്കെ, പിന്നെ ആ ഒരു സമയത്തുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു, അടിയറപ്പണം എന്ന് പറഞ്ഞൊരു സംഭവം. അടിയറപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളി ആൻഡ് താഴ്ന്ന ജാതിക്കാർക്കൊക്കെ സിൽവറും ഗോൾഡൊക്കെ കോമൺ പീപ്പിൾ ഇടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ടാക്സ് കൊടുക്കണം. ടാക്സ് പേ ചെയ്തിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ഒരു സംഭവങ്ങൾ വിയർ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു ടാക്സ് അടിയറപ്പണം അവസാനിപ്പിച്ചത് ആരാണ്? നമ്മുടെ പാർവതി ബായി. ലക്ഷ്മിബായി അല്ല. ലക്ഷ്മിബായിയുടെ ആ ഒരു സമയത്ത് നടക്കുന്നത് രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങൾ നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ടല്ലേ? ഓക്കെ, ഇനി എന്താണ്?
എഡ്യൂക്കേഷന് വളരെയധികം പ്രാധാന്യം കൊടുത്ത ഒരു ഭരണമായിരുന്നു ആരുടെ? പാർവതി ബായിയുടെ, അല്ലേ? സോ ഒരുപാട് കാര്യങ്ങൾ എഡ്യൂക്കേഷൻ റിലേറ്റഡ് നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ എന്താണ് മൊൺറോ വെറ്റ്ലാൻഡ് എഡ്യൂക്കേഷൻ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി സിറിയൻ ക്രിസ്ത്യൻസിന് വിട്ടുകൊടുത്തതും മൊൺറോ വെറ്റ്ലാൻഡ് വിട്ടുകൊടുത്തത്. ആ ഒരു സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണ്? മിഷണറിമാർ വന്നിട്ടുണ്ട്. ഏകദേശം 809 ആകുമ്പോൾ മിഷണറിമാർ വന്നിട്ടുണ്ട്. സോ അവരെന്താണ് എഡ്യൂക്കേഷൻ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് നമ്മുടെ കേരള ഹിസ്റ്ററിക്ക് തന്നെ, കേരള ലിറ്ററേച്ചറിനൊക്കെ ഒരുപാട് സംഭാവനകൾ കൊടുത്ത ആൾക്കാരാണല്ലോ മിഷണറിമാർ. സോ മൊൺറോ വെറ്റ്ലാൻഡ് വിട്ടുകൊടുക്കുന്നത് ആരാണ്? നമ്മുടെ പാർവതി ബായി ആണ് കൊടുക്കുന്നത്. അതേപോലെ അന്നുണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു, താഴ്ന്ന ജാതിക്കാർക്ക് അല്ലെങ്കിൽ കോമൺ പീപ്പിളിന് എന്ത് പറ്റില്ല, അവരുടെ വീട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഓട് വെച്ചോ ഒന്നും ഓട് വെച്ച് പറ്റില്ല, ഓല വെച്ചും പുല്ല് വെച്ചൊക്കെ പറ്റുക. സോ റൈറ്റ് ടു റിന്യൂ ദെയർ ഹൗസസ്, താഴ്ന്ന ആൾക്കാർക്ക് വീട് റിന്യൂ ചെയ്യാനുള്ള അവകാശം കൊടുത്തത്, റിഗാർഡ്ലെസ് ഓഫ് ദ കാസ്റ്റ് ആൻഡ് സ്റ്റാറ്റസ് ഒന്നും നോക്കാണ്ട് വീട് പണിയാൻ, വീട് റീബിൽഡ് ചെയ്യാൻ, റിന്യൂ ചെയ്യാനൊക്കെ അവസരം കൊടുത്തത് ആരാണ്? റാണി പാർവതി ബായി ആണ്. അതേപോലെ CMS പ്രസ് അറ്റ് കോട്ടയം, ഒരുപാട് എഡ്യൂക്കേഷൻ റിലേറ്റഡ് സംഭവങ്ങൾ ഞാൻ പറഞ്ഞു. 813 ആക്ടിന് ശേഷമാണ് നമ്മുടെ പാർവതി ബായി വരുന്നത്, അല്ലേ? അപ്പോൾ എഡ്യൂക്കേഷന് കുറച്ചധികം പ്രാധാന്യം ഈ ഒരു സമയത്ത് എന്താണെങ്കിലും ഉണ്ടാവും. ബ്രിട്ടീഷുകാർ തന്നെ അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയത്ത് എന്താണ് വേസ്റ്റ് ലാൻഡൊക്കെ കൾട്ടിവേഷന് വേണ്ടി ഒരുപാട് പ്രയത്നങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇമ്പോർട്ട് എക്സ്പോർട്ട് ഡ്യൂട്ടീസ് ഒഴിവാക്കിയത് ആരായിരിക്കും? പാർവതി ബായി ആയിരിക്കും? അല്ല, ബ്രിട്ടീഷുകാരായിരിക്കും. ഈ ഇറക്കുമതി കയറ്റുമതി ചുങ്കം ഒഴിവാക്കിയിട്ടുണ്ടാവുക അവരുടെ ഒരു ഈസിനെസ്സിന് വേണ്ടി ഒഴിവാക്കിയതാണ്. സോ അത് നടക്കുന്നത് എന്താണ്? പാർവതി ബായിയുടെ സമയത്താണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നോക്കാനുള്ളത്, ഓക്കെ, നമ്മൾ ഈ 3 ആൾക്കാരെ തിരുനാൾ, അല്ലെ? സ്വാതി തിരുനാൾ ജനിക്കാത്തതിന്റെ പേരിലാണ് ആരായത്? ലക്ഷ്മി ബായി റാണിയായി മാറുന്നത്. സോ ജനിച്ച് 18 വയസ്സാവുന്ന ആ ഒരു ഡ്യൂറേഷനിലാണ് പാർവതി ബായി റീജന്റ് ആയിട്ട് ഭരിക്കുന്നത്, ഫുൾ ടൈം റീജന്റ് ആയിട്ട് ഭരിക്കുന്നത്. സോ സ്വാതി തിരുനാളിന്റെ അമ്മയാണ് ആര്? ലക്ഷ്മി ബായി. ഇളയമ്മ എന്നൊക്കെ പറയുന്ന ആളാണ് ആര്? പാർവതി ബായി. അപ്പോൾ അമ്മ, ഇളയമ്മ, പിന്നെ മോൻ. അങ്ങനെയാണ് രണ്ടാമത്തെ ബ്ലോക്ക് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ അല്ലേ? സോ ഇനി ഈ സ്വാതി തിരുനാളിന്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഗോൾഡൻ ഏജ് ഓഫ് ട്രാവൻകൂർ, നമ്മൾ ഗുപ്ത പീരീഡിനെ പറയില്ലേ ഗോൾഡൻ ഏജ് എന്ന്, അതേപോലെ തിരുവിതാംകൂറിന്റെ ഗോൾഡൻ ഏജ് എന്ന് പറയുന്നത് സ്വാതി, സ്വർണം, ഗോൾഡ്. ഓക്കെ, അങ്ങനെ നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. സോ സ്വാതി തിരുനാളിന്റെ ഏജിനെയാണ് ഗോൾഡൻ ഏജ് ഓഫ് ട്രാവൻകൂർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഗർഭശ്രീമാൻ, നമ്മൾ ആ ഒരു വെയിറ്റിംഗ് പീരീഡ് നമ്മൾ പഠിച്ചതല്ലേ, ജനിക്കുന്നത് തൊട്ട് ആ ഒരു 18 ഇയേഴ്സ് ആവുന്നത് വരെ. അതുകൊണ്ട് തന്നെ ആ ഒരു ഗർഭാവസ്ഥയിലും രാജാവ് എന്നൊക്കെ പറയുന്നത് പോലെ ഗർഭശ്രീമാൻ എന്ന് പറയുന്നത് സ്വാതി തിരുനാളിനെയാണ്. സോ സ്വാതി തിരുനാളിന് വേറെ ഒരു പേരുണ്ട്, ദക്ഷിണ ഭോജൻ എന്ന് പറഞ്ഞ പേരുണ്ട്. സോ ഗോൾഡൻ ഏജ് ഓഫ് ട്രാവൻകൂർ എന്ന് പറയുന്നതും സ്വർണം, സ്വാതി. ഓക്കെ, സ്വാതി തിരുനാൾ ആ ഒരു എറയാണ്. അതേപോലെ തന്നെ സ്വാതി തിരുനാളിന്റെ റിയൽ നെയിം എന്താണ്? രാമവർമ്മ എന്നാണ് സ്വാതി തിരുനാളിന്റെ റിയൽ നെയിം. ഓക്കെ, അപ്പോൾ രാമവർമ്മ നിങ്ങൾ എവിടെയൊക്കെ വേറെ കേട്ടിട്ടുണ്ടെന്നുള്ളതും അവരുടെ ആ ഒരു ഫാമിലി ഹിസ്റ്ററി ഒക്കെ നിങ്ങളിങ്ങനെ കണക്ട് ചെയ്ത് പോവാട്ടോ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് തിരുവിതാംകൂർ രാജവംശത്തിന്റെ 2ാമത്തെ ബ്ലോക്കാണ്. ഫസ്റ്റ് ബ്ലോക്കിൽ മാർത്താണ്ഡവർമ്മയെ കുറിച്ച് പഠിച്ചു, കാർത്തിക തിരുനാളെ കുറിച്ച് പഠിച്ചു, ആൻഡ് ബാലരാമവർമ്മയെ കുറിച്ച് പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് അമ്മ, ചെറിയമ്മ, മോൻ, വിച്ച് ഈസ് ലക്ഷ്മി ബായി, പാർവതി ബായി, സ്വാതി തിരുനാൾ. ആൽഫബറ്റ് ഓർഡറിനെ ഓർക്കുക, ലക്ഷ്മി ആദ്യം, അത് കഴിഞ്ഞ് പാർവതി. ലക്ഷ്മി ബായിയുടെ കാലത്ത് നടക്കുന്നത് അടിമക്കച്ചവടം നിർത്തലാക്കുന്നു, അല്ലെ? പാർവതി ബായിയുടെ സമയത്ത് നടക്കുന്നത് അത് 1813 ആക്ടിന് ശേഷമാണ്. അപ്പൊ എന്താണ്? എഡ്യൂക്കേഷൻ റിലേറ്റഡ് ഒരുപാട് റിഫോംസ് വരുന്നത് ആ ഒരു സമയത്താണ്. ഇനി നമ്മൾ നോക്കുന്നത് സ്വാതി തിരുനാളിന്റെ കാലഘട്ടമാണ്. അപ്പൊ എന്തുകൊണ്ടാണ് സ്വാതി തിരുനാളിന്റെ കാലഘട്ടം ഒരു ഗോൾഡൻ ഏജ് എന്നൊക്കെ പറയുന്നത്? ഓക്കെ, അവിടെ ഒരു സാംസ്കാരിക സ്ഥലത്തിൽ ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഉണ്ടാവുന്നുണ്ട്. കിങ് ഇറ്റ്സെൽഫ് എന്താണ് പറയുന്നത്? കിങ് ഒരു മ്യൂസീഷ്യൻ ആയിരുന്നു. സോ ഹീസ് നോൺ ആസ് മ്യൂസീഷ്യൻ ഓഫ് കിങ്സ്, അല്ലെങ്കിൽ കിങ്സ് ഓഫ് മ്യൂസീഷ്യൻ എന്നൊക്കെ അറിയപ്പെടുന്നത്.
അല്ലേ? സംഗീതജ്ഞരിലെ രാജാവ് അല്ലെങ്കിൽ രാജാവിലെ സംഗീതജ്ഞൻ എന്നൊക്കെ പറയുന്നത് ആരെയാണ്? സ്വാതി തിരുനാൾ. സംഗീതം, സ്വർണം, ഗോൾഡൻ ഏജ് ഒക്കെ നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കണം. ഓക്കെ അല്ലേ? ഇദ്ദേഹത്തിന് 10ൽ കൂടുതൽ, 18ഓളം എന്നൊക്കെ പറയുന്നുണ്ട്, 10ൽ കൂടുതൽ ലാംഗ്വേജസ് ഇദ്ദേഹത്തിന് അറിയായിരുന്നു. അദ്ദേഹം ഗ്രേറ്റ് സ്കോളർ ആയിരുന്നു ആൻഡ് ഗ്രേറ്റ് മ്യൂസീഷ്യൻ ആയിരുന്നു എന്നുള്ളതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ആ ഒരു സമയത്ത് ആരായിരുന്നു റെസിഡന്റ്? ഇതിന് മുന്നത്തെ റെസിഡന്റ് ആരായിരുന്നു? മൊൺട്രോ ഉണ്ടായിരുന്നു അല്ലേ? മൊൺട്രോ ഉണ്ടായിരുന്നു. ഓക്കെ, പ്രധാനപ്പെട്ട മൊൺട്രോ ഉണ്ടായിരുന്നു. നമ്മുടെ ഏതൊരു സമയത്താണ് അതിന്റെ പീക്ക് റിഫോംസ് നമ്മൾ പഠിച്ചത്? ലക്ഷ്മിബായിയുടെ സമയത്താണ് അല്ലേ? അടിമക്കച്ചവടമൊക്കെ നിർത്തലാക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഈ സമയത്ത് റെസിഡന്റ് വില്യം കള്ളൻ എന്ന് പറഞ്ഞ ആളാണ്. നമ്മൾ പറയും കള്ളൻ സാഹിബ് എന്നൊക്കെ പറയും. കല്ലൻ സാഹിബ് ആട്ടോ, കള്ളനല്ല, കല്ലൻ സാഹിബ്. ഓക്കെ, ദിവാൻ ആയിട്ടുണ്ടായിരുന്നത് ആരാണ്? സുബ്ബാനന്ദ എന്ന് പറഞ്ഞ ആളാണ്. ദിവാൻ പേഷ്കർ ആയിട്ടുണ്ടായിരുന്നത് കണ്ടൻ മേനോനാണ്. ഓക്കെ, ഇതൊക്കെ ഒന്ന് ഓർത്തു വെക്കണം കേട്ടോ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇദ്ദേഹത്തിൻ്റെ ലിറ്റററി ആൻഡ് മ്യൂസിക്കൽ വർക്ക്സ് ആണ്. നമ്മൾ പഠിച്ചു ഇദ്ദേഹം ഗ്രേറ്റ് സ്കോളർ, ഗ്രേറ്റ് മ്യൂസീഷ്യൻ ആയിരുന്നു. ഇദ്ദേഹത്തിന് ഒരുപാട് ലിറ്റററി വർക്ക്സ് ഉണ്ടായിരുന്നു. അതിലുള്ളതാണ് ഭക്തമഞ്ജരി, പത്മനാഭ ശതകം, അതൊക്കെ എല്ലാം, ഉത്സവ പ്രബന്ധം, അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങളൊന്ന് ഓർത്തു വെക്കുക. അതിൻ്റെ ഒപ്പം പഠിക്കേണ്ട വേറൊരു കാര്യമുണ്ട്, ഇരയമ്മൻ തമ്പി. ഇരയമ്മൻ തമ്പി ആരാ? ഓമനത്തിങ്കൾ കിടാവോ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? സോ ഓമനത്തിങ്കൾ കിടാവോ എഴുതിയ ആളാണ് ആര്? ഇരയമ്മൻ തമ്പി. അദ്ദേഹത്തിന്റെ സദസ്സിലുണ്ടായിരുന്ന ആളാണ്, ഒരു മെയിൻ പോയറ്റ് ആയിരുന്നു. ഓക്കെ, സോ അതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് റിലേറ്റ് ചെയ്തൊന്ന് ചേർത്ത് വെക്കാം. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് കൊടുത്തു എന്നുള്ളതാണ്. ഇദ്ദേഹം കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുള്ളത് മെജോറിറ്റി എന്തിനാണ്? ലിറ്ററേച്ചർ, മ്യൂസിക് സംഭവങ്ങൾക്കാണ്. സോ കർണാട്ടിക് മ്യൂസിക് എൻകറേജ് ചെയ്തു. മോഹിനിയാട്ടം ആ ഒരു സമയത്താണ് ഡെവലപ്പായി വരുന്നത്. ഓക്കെ, വീണ, കർണാട്ടിക് മ്യൂസിക്. ഓക്കെ, അത് കഴിഞ്ഞ് വേറൊരു വലിയൊരു ഫാക്ട് പഠിക്കാനുള്ളത്, സ്വാതി തിരുനാൾ നമ്മൾ ഒരുപാട് പേരുകൾ പഠിച്ചല്ലേ? എന്തൊക്കെയായിരുന്നു പേര്? ധർമ്മരാജയാണോ? ധർമ്മരാജ ആരായിരുന്നു? കാർത്തിക തിരുനാൾ അല്ലേ? ദക്ഷിണ ഭോജൻ, അല്ലെങ്കിൽ കിങ് ഓഫ് മ്യൂസീഷ്യൻ, അല്ലെങ്കിൽ മ്യൂസീഷ്യൻ ഓഫ് കിങ്, അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗർഭശ്രീമാൻ അല്ലേ? അതേപോലെ തന്നെ ഒരു അടിപൊളി ഫാക്ട്, മറക്കാൻ പാടില്ലാത്തൊരു ഫാക്ട് എന്താണ്? ഫസ്റ്റ് ട്രാവൻകൂർ കിങ് ഹു അപ്പിയർഡ് ഓൺ ദ പോസ്റ്റേജ് സ്റ്റാമ്പ്. പോസ്റ്റേജ് സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ തിരുവിതാംകൂർ രാജാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? സ്വാതി തിരുനാളാണ്. ഓക്കെ, സ്വാതി തിരുനാളാണ്. ഇനി അടുത്തത് നമ്മൾ ഹജൂർ കച്ചേരിനെ കുറിച്ച് ഒത്തിരി ഫാക്ട്സ് പഠിച്ചു. ഏതാണ്? കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചത് ആരാണ്? വേലുത്തമ്പി ദളവയാണെന്ന് പഠിച്ചു. ഹജൂർ കച്ചേരി എന്താന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ ദിവാന്റെ അഡ്മിനിസ്ട്രേഷനുമായി റിലേറ്റ് ചെയ്ത അഡ്മിനിസ്ട്രേഷൻ സെറ്റപ്പിനെയാണ് ഹജൂർ കച്ചേരി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് കൊല്ലത്ത് സ്ഥാപിച്ചത് ആരായിരുന്നു? വേലുത്തമ്പി ദളവ. അത് എറണാകുളത്ത് സ്ഥാപിച്ചത് ആരായിരുന്നു? കേണൽ മോൺട്രോ. ഓക്കെ, അത് കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയത്. ഓക്കെ, രാജാവ് ഭരിക്കുന്നത് ഇവിടെയും ഹജൂർ കച്ചേരി കൊല്ലത്ത് വായിക്കഴിഞ്ഞാൽ ശരിയാവോ? ഇല്ല. സോ അത് കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് ആരാണ്? നമ്മുടെ സ്വാതി തിരുനാളാണ്. സ്വാതി തിരുനാളാണ് പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ തിരുവിതാംകൂർ രാജാവ് എന്നുള്ളതും കൂടെ നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. ഇനി സ്വാതി തിരുനാളിൻ്റെ അഡ്മിനിസ്ട്രേഷൻ റിഫോംസ് എന്തൊക്കെയാണ്? റിഫോംസ് പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഏകദേശം പാർവതിബായിയുടെ ആ ഒരു സമയത്ത് തന്നെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷനിൽ അത്യാവശ്യം കോൺട്രിബ്യൂഷൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താ ഉണ്ടാവുന്നത്? ഇംഗ്ലീഷ് എഡ്യൂക്കേഷന് അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള ഒരുപാട് റിഫോംസ് വരുന്നുണ്ട്. ഇംഗ്ലീഷ് സ്കൂൾ അറ്റ് തിരുവനന്തപുരം, പിന്നെ അതേപോലെ രാജാസ് ഫ്രീ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്വാതി തിരുനാളാണ്. അത് വരുന്നത് 1834 ഇംഗ്ലീഷ് സ്കൂൾ അറ്റ് തിരുവനന്തപുരം. പിന്നെ അതേപോലെ ഫസ്റ്റ് സെൻസസ് നടക്കുന്നത് സ്വാതി തിരുനാളിൻ്റെ കാലത്താണ്. പിന്നെ അതേപോലെ നമ്മൾ പറഞ്ഞു എങ്ങനെയായിരുന്നു ആ ഒരു ജുഡീഷ്യൽ സെറ്റപ്പ് വന്ന് ഡിസ്ട്രിക്ട് കോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ എന്തുണ്ടായിരുന്നു? ഡിസ്ട്രിക്ട് കോർട്ടിൻ്റെ മുകളിൽ അപ്പീൽ കോർട്ട് ഉണ്ടായിരുന്നു അല്ലേ? അപ്പീൽ കോർട്ട്. സോ അതിനും താഴെയായിട്ട് എന്ത് സ്ഥാപിക്കുന്നുണ്ട്? മുൻസിഫ് കോർട്ട്സ്, പെറ്റി കേസും സിവിൽ കേസൊക്കെ വാദിക്കാൻ വേണ്ടിയിട്ട് മുൻസിഫ് കോർട്ട് നിയമിക്കുന്നത് സ്വാതി തിരുനാളാണ്. ഓക്കെ, മുൻസിഫ് കോർട്ട് ഉണ്ടാക്കുന്നത് സ്വാതി തിരുനാളാണ്. പിന്നെ അതേപോലെ മോഡേൺ ആയിട്ടുള്ള ലാൻഡ് റവന്യൂ സിസ്റ്റം വരുന്നു. റവന്യൂ സർവേ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ആരുടെ കാലത്താണ്?
സ്വാതി തിരുനാളിൻ്റെ കാലത്താണ്. ഓക്കെ, പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് സുചീന്ദ്രൻ കൈമുക്ക് അബോളിഷ് ചെയ്യുന്നത് ആരാന്നുള്ളതാണ്. അത് സ്വാതി തിരുനാളാണ്. സുചീന്ദ്രൻ കൈമുക്ക് റിലേറ്റഡ് കുറേ സാധനങ്ങൾ നമ്മൾ പഠിച്ചല്ലേ. ഓക്കെ, സ്വർണം, ഗോൾഡൻ ഏജ് ഓഫ്, അങ്ങനെ മ്യൂസീഷ്യനാണ്, സംഗീതജ്ഞനാണെന്നുള്ള കുറേ കാര്യങ്ങൾ പഠിച്ചു. അതേപോലെ തന്നെ സുചീന്ദ്രൻ കൈമുക്ക് നിർത്തലാക്കുന്നത് ആരാണ്? സ്വാതി തിരുനാളാണ്. അപ്പം ആരാണ് സുചീന്ദ്രൻ കൈമുക്ക് കൊണ്ടുവന്നത് എന്ന് നമ്മളോട് ചോദിച്ചാൽ ആരാണ് കൊണ്ടുവന്നത് എന്ന് പറയാൻ പറ്റില്ല. ഇനിഷ്യലി നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. പക്ഷെ ആരാണ് സുചീന്ദ്രൻ കൈമുക്ക് സ്റ്റാർട്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ ഉത്തരം എഴുതേണ്ടത് ആരെയാണ്? മാർത്താണ്ഡവർമ്മയെ തന്നെയാണ് കേട്ടോ. മാർത്താണ്ഡവർമ്മ ദ ഫസ്റ്റ് കിങ്, ദ ഫൗണ്ടർ ഓഫ് മോഡേൺ ട്രാവൻകൂർ എന്നൊക്കെ പറയപ്പെടുന്ന ആൾ, അല്ലെങ്കിൽ മോഡേൺ അശോക, ദക്ഷിണ അശോക എന്നൊക്കെ പറയുന്ന ആളാണ് മാർത്താണ്ഡവർമ്മ അല്ലേ. അപ്പോൾ സുചീന്ദ്രൻ കൈമുക്ക് എന്താണ്? കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ. സുചീന്ദ്രൻ ട്രീറ്റി നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഫസ്റ്റ് വീഡിയോ കണ്ടവരാണെങ്കിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും. സുചീന്ദ്രം സന്ധി ആര് തമ്മിലായിരുന്നു എന്നുള്ളത്, ഏത് ദളവയായിരുന്നു, ഏത് ദിവാനായിരുന്നു അതിന് നേതൃത്വം കൊടുത്തത്, ഏത് ഭരണാധികാരിയുടെ സമയത്തായിരുന്നു എന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. സുചീന്ദ്രൻ കൈമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് കുറ്റം തെളിയിക്കാനുള്ള, കുറ്റത്തിൻ്റെ ശിക്ഷയല്ല സുചീന്ദ്രൻ കൈമുക്ക് എന്നുള്ളത് നിങ്ങൾ ഓർത്തു വെക്കുക. കുറ്റം തെളിയിക്കാനുള്ള ഒരു രീതി ഭയങ്കര കോമഡി ആയിരുന്നു. തിളച്ച എണ്ണയിൽ കൈമുക്കലായിരുന്നു സുചീന്ദ്രൻ കൈമുക്ക്. ഓക്കെ, അപ്പോൾ അത് അബോളിഷ് ചെയ്തത് ആരാണ്? സ്വാതി തിരുനാളാണ്. പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. സുചീന്ദ്രൻ കൈമുക്ക് അബോളിഷ് ചെയ്തു അല്ലെ. ഇനി എന്തൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്? ട്രിവാൻഡ്രത്ത് ഒബ്സർവേറ്ററി സ്ഥാപിക്കുന്നത് ആരാണ്? സ്വാതി തിരുനാളാണ്. അതേപോലെ തന്നെ ഗവൺമെന്റ് പ്രസ്, പബ്ലിക് ലൈബ്രറി, എഞ്ചിനീയറിംഗ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്, തിരുവനന്തപുരത്തുള്ള നക്ഷത്ര ബംഗ്ലാവ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ സ്ഥാപിക്കുന്നത് ആരാണ്? സ്വാതി തിരുനാളാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഒരു ഗോൾഡൻ ഏജ് ഓഫ് ട്രാവൻകൂർ എന്ന് പറയപ്പെടുന്നത് സ്വാതി തിരുനാളിൻ്റെ ആ ഒരു കാലഘട്ടം. അപ്പം ഓക്കെ അല്ലേ? ആ 3 റൂളേഴ്സ് ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്കിത് റിലേറ്റഡ് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ആരൊക്കെയായിരുന്നു 3 റൂളേഴ്സ്? ലക്ഷ്മിബായി, പാർവതിബായി, സ്വാതി തിരുനാൾ. ഈ 3 ആൾക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നിങ്ങളൊന്ന് ഓർത്തു വെക്കണം. ഓക്കെ അല്ലേ? ഈ സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടത്താണ് വൈകുണ്ഠ സ്വാമികളെ, സ്വാതി തിരുനാളി മ്യൂസീഷ്യൻ, ലിറ്റററി വർക്ക്സ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഒരു സംഭവമാണ്, അങ്ങനെ നിങ്ങൾ ഓർത്ത് വെക്കരുത്. വൈകുണ്ഠ സ്വാമികളുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ അപ്പം നടക്കുന്നുണ്ട്. വൈകുണ്ഠ സ്വാമികളെ പിടിച്ച് തടവിലാക്കുന്നൊക്കെ ഉണ്ട് സ്വാതി തിരുനാൾ. അതുകൊണ്ട് തന്നെ വൈകുണ്ഠ സ്വാമികൾ തിരുവിതാംകൂറിലെ നീചൻ എന്ന് പറയുന്നത് ഈ സ്വാതി തിരുനാളിനെയാണ്. സോ അതും ആ ഫാക്റ്റും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് റിലേറ്റ് ചെയ്ത് ഓർത്ത് വെക്കുക. അതേപോലെ തന്നെ നമ്മൾ പഠിച്ചു ആരായിരുന്നു റെസിഡൻ്റ് ആയിട്ടുണ്ടായിരുന്നത്? ജനറൽ കല്ലൻ, അല്ലെങ്കിൽ കള്ളൻ സായിപ്പ് അല്ലെ, വില്യം കല്ലൻ. ഓക്കെ, വില്യം കല്ലൻ എന്താണ്? മക്കളെ പോലത്തെ ഒരാളായിരുന്നു. ഭരണകാര്യങ്ങളിലൊക്കെ ഏകദേശം ഇടപെടുന്ന ഒരാളായിരുന്നു. 33-ാം വയസ്സിൽ തന്നെ നമ്മുടെ സ്വാതി തിരുനാൾ മരണപ്പെടുന്നുണ്ട്. ഓക്കെ, സോ ജനിക്കുമ്പോൾ തന്നെ 18 വയസ്സിൽ തന്നെ ആരാവുന്നുണ്ട്? രാജാവാവുന്നുണ്ട്. 33-ാമത്തെ വയസ്സിൽ മരണം അടിയുന്നുണ്ട്. സോ ഇത്രയൊക്കെയാണ് PSC ചോദിക്കുന്ന ലക്ഷ്മിബായി റിലേറ്റഡ്, പാർവതിബായി റിലേറ്റഡ്, സ്വാതി തിരുനാൾ റിലേറ്റഡ് ആയിട്ട് PSC ചോദിക്കുന്ന കാര്യങ്ങൾ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കണ്ടാൽ മനസ്സിലാവും. ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ വളരെ എളുപ്പമായിരിക്കും കേട്ടോ. ഓക്കെ, സോ ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ആധുനിക തിരുവിതാംകൂറിൻ്റെ സുവർണ കാലഘട്ടം ഞാൻ പഠിപ്പിക്കാൻ വേണ്ടി കോഡൊക്കെ നിങ്ങളോട് പറഞ്ഞായിരുന്നു. സുവർണ കാലഘട്ടം സ്വാതി തിരുനാൾ, അല്ലേ? സുവർണ കാലഘട്ടം ആരായിരുന്നു? ലക്ഷ്മിബായി ആയിരുന്നോ? പാർവതിബായി ആയിരുന്നോ? അല്ല, നമ്മുടെ 3 ബ്ലോക്കിലെ 3-ാമത്തെ ആള് സ്വാതി തിരുനാളായിരുന്നു അല്ലേ. ഇനി അടുത്തത്, തിരുവിതാംകൂറിൽ അടിമ കച്ചവടം നിർത്തലാക്കിയത് ആരാണ്? ഈ 2-ാമത്തെ ബ്ലോക്കിൽ വരുന്ന ആദ്യത്തെ ആള് ലക്ഷ്മിബായിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വർഷം ഓർമ്മ ഉണ്ടോ? 1812 ലക്ഷ്മിബായിയാണ് അടിമ കച്ചവടം നിർത്തലാക്കുന്നത്. വേറൊരു സംഭവം കൂടെ നടന്നിട്ടുണ്ടല്ലോ 1811. എന്താണ്? ദേവസ്വം അഡ്മിനിസ്ട്രേഷൻ ഗവൺമെന്റിന്റെ അണ്ടറിലായി അല്ലേ, ഗവൺമെന്റ് അണ്ടറിലായി ദേവസ്വം. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? സാർവത്രിക വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ ടു എവ്രി വൺ അല്ലേ, ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമായി ഏറ്റെടുത്തുകൊണ്ട് 1817 അവിടെ ക്വസ്റ്റ്യൻ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ലക്ഷ്മിബായി ആണെന്ന്. പക്ഷെ നോക്കിക്കേ, ആ കൺഫ്യൂഷൻ മാറ്റാൻ ഇവിടെ എന്തുണ്ട്?
വർഷം കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം ലക്ഷ്മിബായിയുടെ വർഷം എപ്പോഴാണ്? 1810 തൊട്ട് 1815 വരെയാണല്ലേ. അപ്പോൾ 1817 വിളംബരം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി എന്ന് ചോദിക്കുമ്പോൾ ആരാണ്? ആ ഇയർ പഠിച്ചാൽ തന്നെ നമുക്ക് ഇത് അറിയില്ലെങ്കിലും, ഫാക്ട് അറിയില്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലേക്ക് എത്താൻ പറ്റും അല്ലേ. ആരാണ്? ലക്ഷ്മിബായി ആയിരിക്കും, പാർവതിബായി ആണ് അല്ലേ. ഇനി അടുത്തത്, തിരുവനന്തപുരത്ത് രാജാസ് ഫ്രീ സ്കൂൾ സ്ഥാപിച്ചത് ആരാണ്? ഇംഗ്ലീഷ് സ്കൂൾ അറ്റ് ട്രിവാൻഡ്രം സ്ഥാപിച്ചത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണോ? അല്ല അല്ലേ. ആരാണ്? സ്വാതി തിരുനാൾ ആണ് ഇംഗ്ലീഷ് സ്കൂൾ അല്ലെങ്കിൽ രാജാസ് ഫ്രീ സ്കൂളൊക്കെ സ്ഥാപിക്കുന്നത്. ആരാണ്? സ്വാതി തിരുനാളാണ്, നമ്മൾ പഠിച്ചതാണ്. ഓക്കെ. ഇനി അവസാനത്തത്, രാജാക്കന്മാരിൽ സംഗീതജ്ഞനും സംഗീതജ്ഞരിൽ രാജാവും, കിങ് ഓഫ് മ്യൂസീഷ്യൻ ആൻഡ് മ്യൂസീഷ്യൻ ഇൻ ദ കിങ് എന്നൊക്കെ പറഞ്ഞൊരു സംഭവം അല്ലേ. നമ്മൾ നല്ല രസത്തിൽ പഠിച്ചതാ. സംഗീതജ്ഞൻ, സ്വാതി തിരുനാൾ, സുവർണ കാലഘട്ടം, മൂന്നും നിങ്ങൾ ഓർത്തു വെക്കുക കേട്ടോ. അപ്പൊ സ്വാതി തിരുനാളാണ് രാജാക്കന്മാരിലെ സംഗീതജ്ഞൻ അല്ലെങ്കിൽ സംഗീതജ്ഞരിലെ രാജാവ് എന്നൊക്കെ പറയപ്പെടുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് നോക്കിയത് എന്തൊക്കെയാണ്? ഓർമ്മയില്ലേ? ലക്ഷ്മിബായി, പാർവതിബായി ആൻഡ് സ്വാതി തിരുനാൾ. സ്വാതി തിരുനാളിൻ്റെ അമ്മ ആൻഡ് ചെറിയമ്മ സ്വാതി തിരുനാൾ അല്ലേ. അപ്പോൾ 810 തൊട്ടുള്ള സംഭവങ്ങൾ, രണ്ടാമത്തെ തിരുവിതാംകൂർ രാജവംശത്തിലെ രണ്ടാമത്തെ 3 ബ്ലോക്ക് നമ്മളിന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ വീഡിയോ കാണാത്തവർ ഒന്നാമത്തെ വീഡിയോ കണ്ടിട്ട് തന്നെ ഇത് കണ്ട് ഫിനിഷ് ചെയ്യുക കേട്ടോ. ഓക്കെ. അപ്പോൾ ശരി, ഹാപ്പി ലേണിംഗ്.